ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ആർട്ട് എഡ്യൂക്കേഷനിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, പാവകളിക്ക് ഉപയോഗിക്കുന്ന വിവിധതരം പാവകൾ ഏതെല്ലാം? ഉത്തരം: വിരൽ പാവകൾ, കയ്യുറപ്പാവകൾ, വടിപ്പാവകൾ, നിഴൽ പാവകൾ, നൂൽപ്പാവകൾ. രണ്ടാമത്തെ ചോദ്യം, തുള്ളൽ എത്ര വിധമാണുള്ളത്? അവ ഏതെല്ലാം? ഉത്തരം: തുള്ളൽ 3 വിധമാണുള്ളത്: ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. മൂന്നാമത്തെ ചോദ്യം, എന്താണ് താളം? നൃത്തം, ഗീതം, വാദ്യം എന്നിവയെ കോർത്തിണക്കുന്നതാണ് താളം. നാലാമത്തെ ചോദ്യം, നവരസങ്ങൾ എന്നാൽ എന്ത്? അവ ഏതെല്ലാം? ഉത്തരം: നിത്യജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന വിവിധ ഭാവങ്ങളെയാണ് നവരസങ്ങൾ എന്ന് വിളിക്കുന്നത്. നവരസങ്ങൾ 9 വിധമാണുള്ളത്. അവ ശൃംഗാരം, വീര്യം, കരുണം, രൗദ്രം, ബീഭത്സം, ഭയാനകം, ഹാസ്യം, അത്ഭുതം, ശാന്തം എന്നിവയാണ്. അഞ്ചാമത്തെ ചോദ്യം, നാടൻ പാട്ട് എന്നാൽ എന്ത്? ഉത്തരം: നാട്ടുഭാഷയുടെ സാഹിത്യത്തിൻ്റെയും പ്രകൃതിയാൽ ഉള്ള ശുദ്ധിയും കാവ്യഭംഗിയും പ്രസരിക്കുന്ന തനത് സംഗീത രൂപങ്ങളാണ് നാടൻ പാട്ട്. ആറാമത്തെ ചോദ്യം, 2 അനുഷ്ഠാന കലകളുടെ പേരെഴുതുക. ഉത്തരം: തെയ്യം, പടയണി, തീയാട്ടം. ഏഴാമത്തെ ചോദ്യം, സംഗീത ഉപകരണങ്ങളെ എത്രയായി തരംതിരിക്കാം? അവ ഏതെല്ലാം? ഉത്തരം: സംഗീത ഉപകരണങ്ങളെ 4ആയി തരംതിരിക്കാം. അവ: ഒന്നാമത്തത് സുഷിരവാദ്യങ്ങൾ, കാറ്റുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണിത്. രണ്ടാമത്തത് തന്ത്രിവാദ്യങ്ങൾ, അവ തന്ത്രികളിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്നവയാണ്. മൂന്നാമത്തത് തുകൽവാദ്യങ്ങൾ, തുകൽ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയവയാണ് തുകൽവാദ്യങ്ങൾ. നാലാമത്തത് ലോഹവാദ്യങ്ങൾ, ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ വാദ്യങ്ങളാണ് ലോഹവാദ്യങ്ങൾ. എട്ടാമത്തെ ചോദ്യം, കേരളത്തിലെ 4 പാരമ്പര്യ നൃത്തകലകളുടെ പേരെഴുതുക. ഉത്തരം: തിരുവാതിരക്കളി, മാർഗംകളി, പരിചമുട്ട്, ഒപ്പന. 10ാമത്തെ ചോദ്യം, ഒരു നൃത്തം മനോഹരമാണെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ശ്രദ്ധിക്കണം? ഉത്തരം: നല്ല അഭിനയമുണ്ടായിരിക്കണം, വിരലുകൾ കൊണ്ട് വരികളുടെ അർത്ഥം കാണിക്കണം, അതായത് മുദ്രകൾ കാണിച്ചിരിക്കണം, ചുവടുകൾ വേണം, ചുവടുകൾക്ക് താളമുണ്ടാകണം, കഥാപാത്രത്തിന് അനുയോജ്യമായ വസ്ത്രധാരണം ഉണ്ടായിരിക്കണം. 11ാമത്തെ ചോദ്യം, പ്രശസ്തനായ 4 കഥകളി സംഗീതജ്ഞരുടെ പേരെഴുതുക. ഉത്തരം: ശങ്കരൻ എമ്പ്രാന്തിരി, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം ഹൈദരലി, വെൺമണി ഹരിദാസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. കൂടുതൽ ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക.